ഹലോ, നമസ്കാരം. വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലെ പൂജാമുറി ക്രമീകരിക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സംശയം വേണ്ട, സമ്പത്ത് വർദ്ധിക്കും. ധനമുണ്ടാക്കാൻ വഴികൾ പലതും തേടുന്നവരാണ് പലരും. മിക്കവാറും പേർ എന്നു തന്നെ പറയാം. ഇല്ലാത്തവർ ഉണ്ടാക്കാനും ഉണ്ടാക്കിയവർ അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുന്നവരാണ് നമ്മൾ. ധനസമ്പാദ്യത്തിന് പൂജാമുറി പ്രാധാന്യമാണ്. ഇത് ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കണം. പൂജാമുറിക്കായി ഒരു പ്രത്യേക സ്ഥലമുണ്ടാക്കുന്നത് നല്ലതാണ്. പ്രത്യേക മുറിയില്ലെങ്കിൽ ഒരു കർട്ടനെങ്കിലും ഇട്ട് തിരിക്കുന്നത് നല്ലതാണ്. പൂജാമുറിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ധനമുണ്ടാക്കാനും ഐശ്വര്യമുണ്ടാക്കാനും സഹായിക്കുന്നു. പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് ഏറെ നല്ലതാണ്. കിണ്ടിയിൽ ഒരു തുളസിയില കൂടിയിടുന്നതും നല്ലതാണ്. ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഇതേറെ നല്ലതാണ്. കിണ്ടി വലതുഭാഗത്തായി വയ്ക്കണം. വെള്ളി അല്ലെങ്കിൽ ഓടിൻ്റെ കിണ്ടിയാണ് നല്ലത്. ദിവസവും കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം വയ്ക്കണം. കിണ്ടിയുടെ വാൽ ഭാഗത്തായി പുഷ്പങ്ങളോ ഇലകളോ വയ്ക്കരുത്. ഇനി കുബേരദിശ. വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ദേവതകളുടെ ചിത്രം വയ്ക്കണം. ഈശാനകോൺ എന്ന് പറയാം. വടക്ക് ദിശ കുബേരദിശ ആണ്. ദേവദേവന്മാരുടെ ചിത്രങ്ങൾ ദിവസവും തീർത്ഥജലം തെളിച്ച് ശുദ്ധമാക്കുന്നതും നല്ലതാണ്. പൊടി തുടച്ച് വൃത്തിയാക്കണം. അല്പം ജലം എപ്പോഴും പൂജാമുറി വലിക്കണം. ഇതിലൂടെ വരുണദേവന്റെ അനുഗ്രഹമുണ്ടാകുന്നു. വരുണദേവന്റെ അനുഗ്രഹം സമ്പൽ സമൃദ്ധി വരുത്താൻ സഹായിക്കുന്ന ഒന്നാണ്. പൂജാമുറിയിൽ വടക്ക് ദിശയിൽ അല്പം ശുദ്ധജലം വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഓടിൻ്റെ പാത്രത്തിലെങ്കിൽ ഏറെ നല്ലതാണ്. ഇതില്ലെങ്കിൽ ചില്ല് പാത്രത്തിൽ വയ്ക്കാം. ശുദ്ധമായ കേടില്ലാത്ത പാത്രത്തിൽ വേണം വെള്ളം വയ്ക്കാൻ. ദിവസവും ഈ വെള്ളം മാറ്റുകയും വേണം. പാത്രം വീണ്ടും വൃത്തിയാക്കിയ ശേഷം വീണ്ടും വയ്ക്കാം. ഇതിലെ വെള്ളം 4 ഭാഗത്തും തെളിയിക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ വീട് എപ്പോഴും പോസിറ്റീവായിരിക്കും. പൂജാമുറിയിലെ ഈ ജലത്തിൽ ചില വസ്തുക്കൾ ഇടുന്നതും നല്ലതാണ്. ഒരു നുള്ളു ഉപ്പ്, പച്ചക്കർപ്പൂരം, ഏലക്ക, കറുവപ്പട്ട എന്നിവ ഇടാം. ഇത് ധനം വരാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് തടസ്സങ്ങളും ദുരിതങ്ങളും മാറാനും സഹായിക്കുന്നു. ഇവയിടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു വെള്ളി നാണയം ഇട്ട് സൂക്ഷിക്കാം. ഇതും വൃത്തിയാക്കാൻ മറക്കരുത്. ഇത്തരം കാര്യങ്ങൾ നിത്യവും ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ഇങ്ങനെ നിത്യവും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് ഉണ്ടായിരിക്കും. ധനവും സമ്പത്തും സന്തോഷവും നിറഞ്ഞു നിൽക്കും.